പള്ളുരുത്തിയിൽ ജല അതോറിറ്റി വാട്ടർ ടാങ്കുകൾ വൃത്തിയാക്കുന്നില്ലെന്ന പരാതിയിൽ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ. ടാങ്കുകൾ വൃത്തിയാക്കാത്തത് മൂലം സാംക്രമിക രോഗങ്ങൾ പടരാനിടയുണ്ടെന്ന പരാതിയിലാണ് നടപടി. മെഡിക്കൽ ഓഫീസറോടും ജല അതോറിറ്റിയോടും റിപ്പോർട്ട് തേടി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയാണ് നമുക്കൊപ്പം ചേരുന്നത്. സഹിൻ, ഇപ്പോൾ ഏറ്റവും അവസാനമായി കാക്കനാട്ടെ ഫ്ളാറ്റ് സമുച്ചയത്തിലുണ്ടായ പ്രശ്നം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഒട്ടേറെ പേർ, 500-ലധികം പേരാണ് അതിന്റെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇതാ മറ്റൊരു വാർത്തയും പുറത്തു വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? അതിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജല അതോറിറ്റിയിലേക്ക് ഇപ്പോൾ വാട്ടർ ടാങ്കുകൾ വൃത്തിയാക്കുന്നില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുകയാണ്. നേരത്തെ അതിനെ പറഞ്ഞിരുന്നു, കാക്കനാട് ഇത്തരത്തിലുള്ള സാംക്രമിക രോഗം പടർന്നു പിടിക്കുന്നതിന് ഇടയായിരുന്നു. അതും പ്രത്യേകിച്ചും വെള്ളത്തിലൂടെ പടർന്ന രോഗമായിരുന്നു. ഇതിന് സമാനമായ സാഹചര്യമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം പരാതി മനുഷ്യാവകാശ കമ്മീഷന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ടാങ്കുകൾ കഴുകി വൃത്തിയാക്കാത്തത് കാരണം സാംക്രമിക രോഗങ്ങൾ പടരാനിടയുണ്ട് എന്നുള്ളതായിരുന്നു പരാതി. എന്തായാലും എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസറും ഒപ്പം തന്നെ ജില്ലാ അതോറിറ്റി കരുവേലിപ്പടി ജംഗ്ഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും വിഷയം പരിശോധിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ആതിര, ശരി. പള്ളുരുത്തിയിൽ ജല അതോറിറ്റി വാട്ടർ ടാങ്കുകൾ വൃത്തിയാക്കുന്നില്ല എന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. ടാങ്കുകൾ കഴുകി വൃത്തിയാക്കാത്തത് കാരണം സാംക്രമിക രോഗങ്ങൾ പടരാനിടയുണ്ടെന്ന പരാതിയിലാണ് നടപടി വന്നിരിക്കുന്നത്. ഒപ്പം എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസറും ജല അതോറിറ്റി കരുവേലിപ്പടി ജംഗ്ഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും വിഷയം പരിശോധിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം. വിവരങ്ങളുമായി നമുക്കൊപ്പം ഉണ്ടായിരുന്നത് സഹിൻ ആന്റണി.